നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി പ്രിലിംസ് എക്സാമിന് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും റിവൈസ് ചെയ്യുക. അപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിന്റെ അനുബന്ധ വിവരങ്ങളും പഠിക്കുന്നതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു 80 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത അനുബന്ധ വിവരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്ത് ആവശ്യത്തിനാണ്? ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്ത് ആവശ്യത്തിനാണ്? ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം. അപ്പോൾ ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത്. ആകെ 5 തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുള്ളത്. ഏതൊക്കെ വർഷങ്ങളിലാണ്? 1920, 1925, 1927, 1934, 1937. അപ്പൊ 1920, 25, 27, 34, 37 എന്നീ വർഷങ്ങളിലാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുള്ളത്. 1920 ഓഗസ്റ്റ് മാസം 18-നാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തിയത്. 1920 ഓഗസ്റ്റ് മാസം 18-ാം തീയതിയാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തിയത്. ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം കോഴിക്കോട്ടെത്തിയ അദ്ദേഹത്തിനൊപ്പം മൗലാന ഷൗക്കത്ത് അലിയും ഉണ്ടായിരുന്നു. അപ്പോൾ കോഴിക്കോട്ടെത്തിയ ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആര്? മൗലാന ഷൗക്കത്ത് അലി. ഗാന്ധിജി കേരളത്തിൽ ആദ്യമായി പ്രസംഗിച്ചത് കോഴിക്കോടാണ്. അപ്പൊ ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ പ്രസംഗിച്ചത് എവിടെയാണ്? കോഴിക്കോട്ടാണ്. ഇത്രയും കാര്യങ്ങളും കൂടി ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആവശ്യങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങളാണ്. നിർദ്ദേശക തത്വങ്ങൾ. അപ്പോ ക്ഷേമരാഷ്ട്ര തത്വങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നവയാണ് നിർദ്ദേശക തത്വങ്ങൾ. അയർലൻഡിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത്. ഭരണഘടനയുടെ ഭാഗം 4-ൽ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. അപ്പൊ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് നിർദ്ദേശക തത്വങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നത്? 4-ാം ഭാഗത്തിലാണ്. അനുച്ഛേദങ്ങൾ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത്. അവശത അനുഭവിക്കുന്ന സാധാരണക്കാരന്റെ മാഗ്ന കാർട്ട എന്നും സാമ്പത്തിക സ്വാതന്ത്ര്യങ്ങളുടെ അവകാശ സംഹിത എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടനാ ഭാഗം നിർദ്ദേശക തത്വങ്ങളാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൂടെ ഓർത്തു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കാനുള്ള പോയിന്റ്, ഭരണഘടനയുടെ ഭാഗം 4-ലാണ് നിർദ്ദേശക തത്വങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾസ് ചോദിച്ചാൽ 36 മുതൽ 51 വരെ ക്ഷേമരാഷ്ട്ര തത്വങ്ങളെയാണ് നിർദ്ദേശക തത്വങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സോപ്പ് കുമിളയിൽ കാണപ്പെടുന്ന വർണ്ണശബളമായ ദൃശ്യത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? ഇന്റർഫെറൻസ് ആണ്. ഇന്റർഫെറൻസ്. ഒന്നിൽ കൂടുതൽ പ്രകാശ തരംഗങ്ങൾ ഒരേ സ്ഥലത്തെത്തുമ്പോൾ അവയുടെ ഫലങ്ങൾ കൂടിച്ചേർന്നാണ് ഇന്റർഫെറൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ സോപ്പ് കുമിളയിലും വെള്ളത്തിലെ എണ്ണപ്പാടയിലുമുള്ള മനോഹര വർണ്ണങ്ങൾക്ക് കാരണം എന്താണ്? ഇന്റർഫെറൻസ് ആണ്. സോപ്പ് കുമിളയിലും വെള്ളത്തിലുള്ള എണ്ണപ്പാളിയിലും കാണുന്ന മനോഹര വർണ്ണങ്ങൾക്ക് കാരണം എന്താണ്? ഇന്റർഫെറൻസ് ആണ്. CD-യിൽ കാണപ്പെടുന്ന മഴവില്ലിന് സമാനമായ വർണ്ണരാജിക്ക് കാരണം എന്താണ്? ഡിഫ്രാക്ഷൻ ആണ്. ഡിഫ്രാക്ഷൻ. CD. അപ്പം CD, ഈ D ഫോർ ഡിഫ്രാക്ഷൻ എന്ന് ഓർത്താൽ മതി. അപ്പം CD-യിൽ കാണപ്പെടുന്ന മഴവില്ലിന് സമാനമായ വർണ്ണരാജിക്ക് കാരണം ഡിഫ്രാക്ഷൻ ആണ്. സോപ്പ് കുമിളയിലും വെള്ളത്തിലുള്ള എണ്ണപ്പാളിയിലും കാണുന്ന മനോഹര വർണ്ണങ്ങൾക്ക് കാരണം എന്താണ്? ഇന്റർഫെറൻസ് ആണ്. ഇത്രയും പോയിന്റ്സും കൂടി ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യുനെസ്കോ ലോക സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ പ്രാചീന കലാരൂപം ഏതാണ്? മുടിയേറ്റാണ്. മുടിയേറ്റ്. മുടിയേറ്റിനെ 2010 ഡിസംബറിലാണ് യുനെസ്കോ പൈതൃക കലകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അപ്പം മുടിയേറ്റിനെ 2010 ഡിസംബർ മാസത്തിലാണ് യുനെസ്കോ പൈതൃക കലകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ദാരികാസുര വധമാണ് മുടിയേറ്റിന്റെ പ്രമേയം. കളമെഴുത്ത്, തിരിയൊഴിച്ചിൽ, താലപ്പൊലി, പ്രതിഷ്ഠാപൂജ, കളം മായ്ക്കൽ എന്നിവയാണ് മുടിയേറ്റിലെ പ്രധാന ചടങ്ങുകൾ. അപ്പം ഈ ചടങ്ങുകളും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എന്തൊക്കെയാണ്?
കളമെഴുത്ത്, തിരിയൊഴിച്ചിൽ, താലപ്പൊലി, പ്രതിഷ്ഠാപൂജ, കളം മായ്ക്കൽ എന്നിവയാണ് മുടിയേറ്റിലെ പ്രധാന ചടങ്ങുകൾ. കൂടാതെ ദാരികാസുര വധമാണ് മുടിയേറ്റിന്റെ പ്രമേയം. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് ഏത്? കൂടിയാട്ടം. കൂടിയാട്ടമാണ് ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് ഏത്? കൂടിയാട്ടം. അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കലാരൂപം ഏതാണ്? കൂടിയാട്ടമാണ് അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കലാരൂപം. ഓക്കെ, അടുത്ത ചോദ്യം, മലയാള ഭാഷയിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏതാണ്? മലയാള ഭാഷയിലെ ആദ്യത്തെ സന്ദേശകാവ്യമാണ് ഉണ്ണുനീലി സന്ദേശം. ഉണ്ണുനീലി സന്ദേശമാണ് മലയാള ഭാഷയിലെ ആദ്യത്തെ സന്ദേശകാവ്യം. അപ്പോൾ മണിപ്രവാള കൃതികളിൽ ശ്രദ്ധേയമാണ് ഉണ്ണുനീലി സന്ദേശം. ഉണ്ണുനീലി സന്ദേശം എന്ന് പറയുന്ന ഒരു മണിപ്രവാള കൃതിയാണ്. 14-ാം നൂറ്റാണ്ടായിരുന്നു ഇതിന്റെ രചനാകാലം എന്ന് കരുതപ്പെടുന്നത്. സംസ്കൃതവും മലയാളവും വേറിട്ടറിയാൻ കഴിയാത്ത വിധം കലർത്തിയുള്ള കാവ്യരചനാ സമ്പ്രദായമാണ് എന്ത്? മണിപ്രവാളം. മണിപ്രവാള സാഹിത്യത്തിന്റെ ലക്ഷണം ഒത്ത ഗ്രന്ഥമായിരുന്നു ലീലാതിലകം. ലീലാതിലകം ഒരു മണിപ്രവാള സാഹിത്യ ഗ്രന്ഥമായിരുന്നു. മുണ്ടയ്ക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി എന്നാണ് കുട്ടികൃഷ്ണമാരാർ ഉണ്ണിനീലി സന്ദേശത്തെ വിലയിരുത്തിയത്. അപ്പോൾ ഉണ്ണിനീലി സന്ദേശത്തെ കുട്ടികൃഷ്ണമാരാർ വിലയിരുത്തിയതാണ് മുണ്ടയ്ക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി എന്നത്. അപ്പോൾ മലയാള ഭാഷയിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏതാണ്? ഉണ്ണുനീലി സന്ദേശമാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരത സംസ്ഥാനമാക്കാൻ ഉള്ള പദ്ധതി ഏതാണ്? കേരളത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ സംസ്ഥാനമാക്കാനുള്ള പരിപാടിയാണ് അക്ഷയ പദ്ധതി. അക്ഷയ പദ്ധതി. അപ്പോൾ വിവരസാങ്കേതിക വിദ്യ ജനകീയമാക്കുക, സർക്കാർ സംവിധാനങ്ങൾ ഓൺലൈനായി ജനങ്ങളിൽ എത്തിക്കുക എന്നിവയാണ് അക്ഷയ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. അക്ഷയ പദ്ധതിക്ക് എന്നാണ് തുടക്കം കുറിച്ചത്? 2002 നവംബർ മാസം 18-ാം തീയതിയാണ് അക്ഷയ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 2002 നവംബർ മാസം 18-ാം തീയതി. നവംബർ മാസം 18-ാം തീയതിയാണ് അക്ഷയ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അക്ഷയ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമാണ് അക്ഷയ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. കൂടാതെ അക്ഷയ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ് അക്ഷയ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. മലപ്പുറം ജില്ലയിലാണ്. 2003 മലപ്പുറം ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ലയായി മാറി. അപ്പൊ 2002 അക്ഷയ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് മലപ്പുറം ജില്ലയിൽ. മലപ്പുറം ജില്ല 2003 ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ലയായി മാറി. അവസരങ്ങളുടെ ജാലകം എന്നതാണ് അക്ഷയ പദ്ധതിയുടെ ആപ്തവാക്യം. അപ്പൊ അക്ഷയ പദ്ധതിയുടെ ആപ്തവാക്യം എന്താണ്? അവസരങ്ങളുടെ ജാലകം എന്നതാണ്. അപ്പോൾ എന്താണ് ചോദ്യം? കേരളത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ സംസ്ഥാനമാക്കാനുള്ള പരിപാടിയാണ് അക്ഷയ പദ്ധതി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിൻഡൺ സർഫാണ്. വിൻഡൺ സർഫാണ് ഇന്റർനെറ്റിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ആഗോള കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക്, അതായത് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് എന്നാണ് ഇന്റർനെറ്റ് അറിയപ്പെടുന്നത്. ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപം എന്തായിരുന്നു? ആർപ്പാനെറ്റ്. ആർപ്പാനെറ്റ് ആയിരുന്നു ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപം. ഇന്റർനെറ്റിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന സംവിധാനമാണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, TCP. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആണ് ഇന്റർനെറ്റിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന സംവിധാനം. ഇന്റർനെറ്റിലൂടെ വിവരങ്ങൾ കൈമാറാനുള്ള നയം അല്ലെങ്കിൽ നിയമമാണ് എന്ത്? HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇന്റർനെറ്റിലൂടെ വിവരങ്ങൾ കൈമാറാനുള്ള ഒരു നയമാണ് HTTP. HTTPയുടെ ഫുൾ ഫോം കൂടി ഓർത്ത് വെച്ചേക്കുക, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. വെബ് പേജുകളും അവയുടെ ലിങ്കുകളും ലോകത്തെവിടെയും ഇന്റർനെറ്റിലൂടെ സ്വീകരിക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഏത്? WWW അഥവാ വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ടിം ബെർണേഴ്സ്-ലീ ആണ് WWWന്റെ ഉപജ്ഞാതാവ്. അപ്പൊ ചോദ്യം എന്തായിരുന്നു? ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വിൻഡൺ സർഫാണ്. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിലായ വർഷം. അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം എന്നാണ് പ്രാബല്യത്തിൽ വന്നത്? 2010 ഏപ്രിൽ മാസം 1-ാം തീയതി. 2010 ഏപ്രിൽ 1-നാണ് വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. റൈറ്റ് ഓഫ് ചിൽഡ്രൻ
ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് 2009 എന്നതാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ മുഴുവൻ പേര്. എന്താണ്? റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് 2009 എന്നതാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ മുഴുവൻ പേര്. അപ്പോൾ രാജ്യസഭ 2009 ജൂലൈ മാസം 20 ജൂലൈ മാസം 20-ാം തീയതിയാണ് രാജ്യസഭ പാസാക്കിയത്. രാജ്യസഭ 2009 ജൂലൈ മാസം 20, ലോകസഭ 2009 ഓഗസ്റ്റ് 4-നുമാണ് ഈ ബില്ല് പാസാക്കിയത്. 2009 ഓഗസ്റ്റ് 4-നാണ് ലോകസഭ പാസാക്കിയത്. രാജ്യസഭ ജൂലൈ 20-ന്, ലോകസഭ ഓഗസ്റ്റ് 4-നാണ് ഈ ബില്ല് പാസാക്കിയത്. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച ബില്ല് നിയമമായി പ്രസിദ്ധപ്പെടുത്തിയത് 2009 ഓഗസ്റ്റ് മാസം 26-ാം തീയതിയാണ് നിയമമായി പ്രസിദ്ധപ്പെടുത്തിയത്. കൂടാതെ ഒരു പോയിന്റ് കൂടി ഓർത്ത് വെച്ചിരിക്കുക. 2002-ലെ 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 6-നും 14-നും മധ്യേ പ്രായമുള്ള കുട്ടികളുടെ സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയത്. ഇതിന്റെ ഭാഗമായി ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21A ആണ്. 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത അനുച്ഛേദമാണ് അനുച്ഛേദം 21A. ഈ പോയിന്റ് കൂടി ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം എന്താണ്? വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 2010 ഏപ്രിൽ 1. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയന് നൽകുന്ന പുരസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയന് നൽകുന്ന പുരസ്കാരമാണ് GB പന്ത് പുരസ്കാരം. GB പന്ത് പുരസ്കാരമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയന് നൽകുന്ന പുരസ്കാരം. അപ്പോൾ 1992 പണ്ഡിറ്റ് ഗോവിന്ദ വല്ലഭ് പന്ത് മെമ്മോറിയൽ സൊസൈറ്റിയാണ് മികച്ച പാർലമെന്റേറിയന്മാരെ ആദരിക്കാനുള്ള അവാർഡ് ഏർപ്പെടുത്താനായി മുന്നിട്ടിറങ്ങിയത്. അങ്ങനെ 1995 മുതലാണ് ഇന്ത്യൻ പാർലമെന്ററി ഗ്രൂപ്പ് ഈ അവാർഡ് നൽകി തുടങ്ങിയത്. 1995 ആദ്യമായിട്ട് ഈ പുരസ്കാരം നേടിയത് ചന്ദ്രശേഖർ ആണ്. സോമനാഥ് ചാറ്റർജി ആയിരുന്നു തൊട്ടടുത്ത വർഷം 1996-ലെ ജേതാവ്. അപ്പൊ ആദ്യമായിട്ട് ഏർപ്പെടുത്തിയത് 1995-ലാണ്. 1995 മുതലാണ് നൽകി തുടങ്ങിയത്. അന്ന് ലഭിച്ചത് ചന്ദ്രശേഖറിനാണ്. സോമനാഥ് ചാറ്റർജിക്കാണ് രണ്ടാമതായിട്ട് ഈ പുരസ്കാരം ലഭിച്ചത് 1996. മികച്ച പാർലമെന്ററിയൻ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിതയാണ് സുഷമ സ്വരാജ്. വർഷം 2004. അപ്പൊ 2004 സുഷമ സ്വരാജ് ആണ് മികച്ച പാർലമെന്ററിയനുള്ള GB പന്ത് പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത. ഏറ്റവും ഒടുവിൽ സമ്മാനിക്കപ്പെട്ട മികച്ച പാർലമെന്റേറിയൻ അവാർഡ് 2017-ലാണ് ലാസ്റ്റ് നൽകിയത്. അത് ഭർതൃഹരി മഹ്താബിനായിരുന്നു അന്ന് 2017 ലഭിച്ചത്. 2016 ലഭിച്ചതോ ദിനേശ് ത്രിവേദിക്കാണ് 2016 ഈ പുരസ്കാരം ലഭിച്ചത്. അവസാനം നൽകിയത് 2017. അന്ന് ലഭിച്ചത് ഭർതൃഹരി മഹ്താബ്. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം എന്താണ്? GB പന്ത് പുരസ്കാരമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയന് നൽകുന്ന പുരസ്കാരം. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഗവേണൻസ് പദ്ധതി നടപ്പാക്കുന്ന സ്ഥാപനം ഏതാണ്? ഇൻഫർമേഷൻ കേരള മിഷൻ ആണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമാണ് ഇൻഫർമേഷൻ കേരള മിഷൻ അഥവാ IKM. 1999 ഓഗസ്റ്റിലാണ് IKM സ്ഥാപിതമായത്. 1999 ഓഗസ്റ്റ് മാസത്തിലാണ് IKM സ്ഥാപിതമായത്. IKM വികസിപ്പിച്ചെടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉപയോഗത്തിലുള്ളതുമായ സോഫ്റ്റ്വെയറുകൾ. അപ്പം IKM വികസിപ്പിച്ചെടുത്തതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉപയോഗത്തിലുള്ളതുമായ സോഫ്റ്റ്വെയറിന് 2-3 പേര് പറയാം. ഒന്ന് സുലേഖ, സേവന, സഞ്ചിത, സൂചിക, സഞ്ജയ മുതലായവ ഈ IKM ഇൻഫർമേഷൻ കേരള മിഷൻ ഡെവലപ്പ് ചെയ്ത കുറച്ച് സോഫ്റ്റ്വെയർസ് ആണ്. കേരള സ്റ്റേറ്റ് IT മിഷൻ എന്നാണ് രൂപീകരിക്കപ്പെട്ടത്? അതും 1999-ലാണ് കേരള സ്റ്റേറ്റ് IT മിഷൻ രൂപീകരിക്കപ്പെട്ടത്. സംസ്ഥാന സർക്കാരിന്റെ ലിറ്ററസി പരിപാടിയാണ് ഏത്? അക്ഷയ. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ലിറ്ററസി പരിപാടിയാണ് അക്ഷയ. നേരത്തെ പറഞ്ഞു അക്ഷയയെ പറ്റി. 2002 മലപ്പുറം ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ഈ പദ്ധതിയുടെ മുഖവാക്യം അല്ലെങ്കിൽ ആപ്തവാക്യം എന്താണ്? അവസരങ്ങളുടെ ജാലകം എന്നതാണ് ആപ്തവാക്യം. അപ്പോൾ ഈ ചോദ്യം എന്താണ്? സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഗവേണൻസ് പദ്ധതി നടപ്പാക്കുന്ന സ്ഥാപനം ഏതാണ്? ഇൻഫർമേഷൻ കേരള മിഷൻ 1999-ലാണ് ഫോം ചെയ്തത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ
നടപ്പാക്കിയ 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഇന്ത്യയിൽ നടപ്പാക്കിയ 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? മാനവശേഷി വികസനമായിരുന്നു. അപ്പൊ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒടുവിലത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 12ാം പഞ്ചവത്സര പദ്ധതി. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2012 മുതൽ 2017 വരെയായിരുന്നു. അപ്പോൾ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? സുസ്ഥിര വികസനമാണ് ആയിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയുടെ 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007 മുതൽ 2012 വരെയാണ് 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. അപ്പോൾ 11ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമായിരുന്നു 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1997 മുതൽ 2002 വരെയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണമായിരുന്നു 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യയുടെ 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2002 മുതൽ 2007 വരെയായിരുന്നു. അതിന്റെ മുഖ്യ ലക്ഷ്യം മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഒന്നുകൂടി പറയാം. അവസാനത്തെ പഞ്ചവത്സര പദ്ധതി 12ാം പഞ്ചവത്സര പദ്ധതിയാണ്. 2012 മുതൽ 2017 വരെ. ലക്ഷ്യം എന്തായിരുന്നു? സുസ്ഥിര വികസനം. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007 മുതൽ 2012. എന്തായിരുന്നു ലക്ഷ്യം? മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. 10ാം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. 9ാം പഞ്ചവത്സര പദ്ധതി 1997 മുതൽ 2002 വരെ. എന്തായിരുന്നു ലക്ഷ്യം? ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും മുഖ്യ ലക്ഷ്യങ്ങളായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചേക്ക്. ഈ ചോദ്യം ഇന്ത്യയിൽ നടപ്പിലാക്കിയ 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? മാനവശേഷി വികസനമായിരുന്നു 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെട്ട ആത്മീയ വിപ്ലവകാരി ആരാണ്? കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെട്ട ആത്മീയ വിപ്ലവകാരിയാണ് ആഗമാനന്ദ സ്വാമികൾ. അപ്പോൾ 1896 ഓഗസ്റ്റ് 27 ചവറയിൽ ജനിച്ച കൃഷ്ണൻ നമ്പ്യാതിരിയാണ് പിൽക്കാലത്ത് ആഗമാനന്ദ സ്വാമികളായത്. അപ്പൊ ആഗമാനന്ദ സ്വാമികളുടെ യഥാർത്ഥ നാമം എന്താണ്? കൃഷ്ണൻ നമ്പ്യാതിരി. എവിടെയാണ് ജനിച്ചത്? 1896 ഓഗസ്റ്റ് മാസം 27 ചവറയിലാണ് ജനിച്ചത്. കൃഷ്ണൻ നമ്പ്യാതിരിയാണ് പിൽക്കാലത്ത് ആഗമാനന്ദ സ്വാമികളായിട്ട് മാറിയത്. ആനന്ദതീർത്ഥ സ്വാമികളുടെ പൂർവാശ്രമത്തിലെ പേരെന്തായിരുന്നു? ആനന്ദ ഷേണോയി എന്നതാണ് ആനന്ദതീർത്ഥന്റെ പൂർവാശ്രമത്തിലെ പേര്. അപ്പൊ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. തുടർന്നുള്ള ക്വസ്റ്റ്യൻസും മറ്റു വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്